ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വെള്ളമൊക്കെ തോരാനായിട്ട് വെച്ചേക്കാണ്. വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളേനെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാളയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും എടുക്കുന്നില്ല, ഞാനതിൽ നിന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ. നല്ലപോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കണേ. അപ്പം അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മുളകിൻ്റെ എരിവനുസരിച്ച് വേണം ചേർക്കാൻ, ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ചേർക്കാൻ. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തൊന്നും കൂടെ വഴറ്റിയെടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് അതിലോട്ട് 1 മീഡിയം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 ബദാം ഇട്ടിട്ടുണ്ട്. അത് അതിലോട്ട് അരച്ച് ചേർക്കണം. ഇപ്പം അരച്ച ബദാം കറിയിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലപോലെ കറിയൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറിയാണ്. ലാസ്റ്റ് അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.